നമസ്കാരം. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, പുതുതായിട്ട് PSC പഠിക്കുന്ന പല ഉദ്യോഗാർത്ഥികൾക്കുള്ള സംശയമാണ് ഇനി നമുക്ക് ഏതൊക്കെ പരീക്ഷകളാണ് വരാനുള്ളത്, ഏതൊക്കെ പരീക്ഷകൾക്ക് വേണ്ടിയാണ് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് എന്നത്. ഈ കഴിഞ്ഞ മെയ്, നമ്മുടെ ജൂൺ, ജൂലൈ മാസങ്ങളിലായിട്ട് നിരവധി PSC പരീക്ഷകൾ അവസാനിക്കുകയാണ്. യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ ഒരു PSCയുടെ സീസൺ തന്നെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ മാസമായിരുന്നു സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ മെയിൻസ് കഴിഞ്ഞത്. കൂടാതെ എക്സൈസ് പരീക്ഷ കഴിയുകയുണ്ടായി. ഡിഗ്രി ലെവലുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ആദ്യഘട്ടം കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടം ജൂൺ 28-നാണ് നടക്കുന്നത്. ഇനി അടുത്ത മാസം യൂണിഫോം പരീക്ഷകളെല്ലാം നടക്കുകയാണ്. CPO, WCPO, പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ തുടങ്ങിയ പരീക്ഷകളെല്ലാം അടുത്ത മാസം നടക്കും. അങ്ങനെ ഈ മാസം ഈ ജൂൺ 21 ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുണ്ട്. അങ്ങനെ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയുടെ ഒരു പെരുമഴക്കാലമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി പുതുതായിട്ട് ഫീൽഡിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക്, അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് പഠിക്കാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള സംശയമാണ് ഇനി PSC പഠിച്ചാൽ അടുത്ത പരീക്ഷകൾ വല്ലതും ഉണ്ടോ എന്ന്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, മനസ്സിലാക്കാനുള്ളത് PSC നൽകിയിട്ടുള്ള കലണ്ടറിൽ ഈ വർഷം 2025 അവസാന മാസങ്ങളിൽ ഒരു 10th പ്രിലിംസ് പരീക്ഷാ ഡേറ്റ് നൽകിയിട്ടുണ്ട്. ഇനി വരാനുള്ള പരീക്ഷകൾ പ്രധാനപ്പെട്ട ഒന്ന് VFA പരീക്ഷയാണ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷ. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ഈ പരീക്ഷയ്ക്ക് 14 ജില്ലകളിലേക്ക് വിജ്ഞാപനം ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ലയിൽ അപേക്ഷിച്ച് കൃത്യമായിട്ട് മത്സരിച്ച് പഠിച്ചാൽ കിട്ടാൻ ഒരു പരീക്ഷ തന്നെയാണ് VFA പരീക്ഷ. മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷ, ഇനി നടക്കാനുള്ള പരീക്ഷ കമ്പനി ബോർഡ് LGS പരീക്ഷയാണ്. എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം മനസ്സിലാക്കാനുള്ളൊരു കാര്യം, LGS എന്ന ഈ ഒരു പേരിൽ നിന്ന് ഡിഗ്രിക്കാർക്ക് പറ്റില്ല എന്ന് വിചാരിക്കരുത്. ഡിഗ്രി ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കമ്പനി ബോർഡ് LGS പരീക്ഷ എഴുതാൻ കഴിയുന്നത് തന്നെയാണ്. ഇതൊരു സംസ്ഥാനതല പരീക്ഷയാണ്. സംസ്ഥാനത്തെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് പഠിക്കും. അപ്പോൾ ഏകദേശം 1000-ന് പുറത്ത് ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്ക് ജോലി ലഭിക്കുന്നതാണ്. പിന്നെ നടക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷ ബിവറേജ് LD പരീക്ഷയാണ്. ബിവറേജ് LD പരീക്ഷ ഇനി കൃത്യമായിട്ട് വിജ്ഞാപനം വരാനുള്ള മറ്റൊരു പരീക്ഷയാണ്. ബിവറേജ് LD പരീക്ഷ ഒരു സംസ്ഥാന പരീക്ഷ തന്നെയാണ്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കൃത്യമായി പഠിച്ച് പരീക്ഷ എഴുതാവുന്നതാണ്. പിന്നെ വരാനുള്ള ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയാണ്. KSFE, KCB തുടങ്ങിയ ബോർഡുകളിലേക്ക് നടക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയാണ്. സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് കൃത്യമായി പഠിച്ച ഉദ്യോഗാർത്ഥിക്ക് വീണ്ടും കുറച്ച് മാസങ്ങൾ കൃത്യമായി പഠിക്കുകയാണ് എങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയിൽ നിങ്ങൾക്ക് മികച്ച ഒരു റാങ്ക് നേടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്നത് LP പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ദിശയെ സംബന്ധിച്ച് ഏകദേശം 61-ലധികം ഉദ്യോഗാർത്ഥികളാണ് നമ്മുടെ റെഗുലർ ബാച്ചിൽ നിന്നും LPയുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി LP UP പരീക്ഷകൾക്ക് വേണ്ടി ഒരു ഉദ്യോഗാർത്ഥി പഠിച്ചു തുടങ്ങേണ്ട സമയം എന്നാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ മറുപടി ഇപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങണമെന്നതാണ്. ഏകദേശം ഒരു 1.5 കൊല്ലം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു വിജ്ഞാപനം വരുന്നത്. ഇപ്പോൾ പഠിച്ചു തീർത്താൽ മാത്രമേ വിശാലമായ ഒരു സിലബസ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ LP UP പരീക്ഷകളും TTC B.Ed ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരീക്ഷ തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് PSC വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പോകുന്ന കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് പരീക്ഷ. കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ വിജ്ഞാപനം ഉണ്ടാകുമെന്ന് PSC ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. ടൈപ്പിംഗ് പരീക്ഷകൾ വിളിക്കില്ല എന്ന് പല ഉദ്യോഗാർത്ഥികൾക്കും ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഒരു സംസ്ഥാനതല പരീക്ഷയാണ്. ഒരുപാട് നിയമനമൊന്നും പ്രതീക്ഷിച്ചില്ല എങ്കിൽ പോലും കൃത്യമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ടൈപ്പിംഗ് ക്വാളിഫിക്കേഷൻ വെച്ച് ഈ പരീക്ഷയിലൊരു മികച്ച റാങ്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നിരവധി പരീക്ഷകൾ ഇനി നിങ്ങളെ തേടി വരുന്നുണ്ട്. കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് പഠിക്കുക. ഇപ്പോൾ നടന്ന പരീക്ഷകളിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ആ പാളിച്ചകളെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് അതിനുള്ള പരിഹാരം കണ്ടു പഠിച്ചാൽ ഞാൻ ഈ പറഞ്ഞ VFA, കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങിയ ഏതെങ്കിലും ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് മികച്ച ഒരു റാങ്ക് ഉറപ്പായും ലഭിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും കൃത്യമായി പരിശ്രമിക്കുക.